ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷാന സ്പൈസസ്. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കൊണ്ടൊരു മാജിക്. നല്ല രസമാണ്. ചോക്ലേറ്റ് ഷെൽ ടോപ്പിംഗ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഈ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ഐസ്ക്രീമിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ ഇത് ഹാർഡാവും, ഒരു ഹാർഡ് ടോപ്പിംഗ് ആവും, ഷെല്ല് പോലെ. അതിങ്ങനെ ക്രാക്ക് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ചോക്കോബാറൊക്കെ കഴിച്ചിട്ടില്ലേ, അതിൻ്റെ അതേ കോട്ടിംഗ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊന്നില്ലെങ്കിൽ ചോക്കോബാർ പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കപ്പ് ഐസ്ക്രീമിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്താൽ ഇൻസ്റ്റൻ്റ്ലി അതിങ്ങനെ ഹാർഡായി ഒരു ഷെൽ ടോപ്പിംഗ് ആവും. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഐസ്ക്രീം സെർവ് ചെയ്യാം വീട്ടിൽ. ഇത് ശരിക്കും ഒരു മാജിക് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. ആദ്യം വേണ്ടത് മിൽക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് നല്ല ക്രീമി മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇഷ്ടമുള്ള ബ്രാൻഡ് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഹെർഷീസ് മിൽക്ക് ചോക്ലേറ്റ് ബാറാണ് യൂസ് ചെയ്യുന്നത്. 40 ഗ്രാം വേണം. ഇതല്ലെങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക് ആയാലും യൂസ് ചെയ്യാതെ മതി. നല്ല മിൽക്ക് ചോക്ലേറ്റ് ഏതെങ്കിലും 40 ഗ്രാം. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതുപോലെ സോസ് ഹാർഡൻ ചെയ്യണ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. വെർജിൻ കോക്കനട്ട് ഓയിൽ നാട്ടിൽ എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇത് വളരെ കുറവ് പാടുള്ളൂ, 3/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് വെജിറ്റബിൾ ഷോർട്ടനിങ്. ഇപ്പോൾ വെജിറ്റബിൾ ഷോർട്ടനിങ് കിട്ടാനില്ലെങ്കിൽ ഞാനെപ്പോഴും ഡാൽഡയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതും ഇതിന് സൂട്ടബിളാണ്, വളരെ സൂട്ടബിളാണ്. 1 ടീസ്പൂൺ. വളരെ കുറവാണല്ലേ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ പറഞ്ഞ 3 ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ ഡ്രൈ ബോളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മൈക്രോവേവ് സേഫ് ബോളിലേക്ക് 40 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ്, 3/4 ടീസ്പൂൺ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, 1 ടീസ്പൂൺ ഡാൽഡ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ മൈക്രോവേവ് ആണെങ്കിൽ നോർമൽ ഹീറ്റ് എന്ന് വെച്ചാൽ ഹൈ ഹീറ്റിൽ 15 സെക്കൻഡ് വെച്ചാൽ മതി, അപ്പോഴേക്കും മെൽറ്റായി കിട്ടും. ഇനി മൈക്രോവേവ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡബിൾ ബോയിലർ മെത്തഡിൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാം. എന്നിട്ട് അതിൽ ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ബോൾ ഇതുപോലെ ഇറക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ട് ഇത് മെൽറ്റ് ചെയ്യണം. അപ്പോൾ ബൗളിൽ തീരെ വെള്ളം ആവാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല സിൽക്കി സ്മൂത്ത് ആവും. അപ്പോൾ മൈക്രോവേവിൽ ചൂടാക്കിയതാണെങ്കിലും പുറത്തേക്ക് എടുത്ത് ഇതുപോലെ സ്റ്റർ ചെയ്യുമ്പോൾ നല്ല സിൽക്കി സ്മൂത്ത് സോസ് ആയിട്ട് കിട്ടണം. ഇത് നമുക്കിതുപോലെ ഒരു സ്ക്വീസി ബോട്ടിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇന്ന് വെറുതെ ബൗളിൽ കുറച്ച് വെനില ഐസ്ക്രീമാണ് സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നോക്കിക്കോ ഈ മാജിക്. ലിക്വിഡായിട്ട് നമ്മൾ ഈ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഐസ്ക്രീമിൻ്റെ മുകളിൽ. ഒരു 5-6 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇത് ഹാർഡനായിട്ട് ആ ഷെൽ ടോപ്പിംഗ് ആയി തീരും. ചോക്ലേറ്റ് ഷെൽ ടോപ്പിംഗ് കണ്ണിൻ്റെ മുമ്പിലൊരു മാജിക് കണ്ടില്ലേ? ഇനി അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ചെറുതായിട്ട് ഒരു കട്ടി വയ്ക്കുന്ന ആ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഈ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചോക്കോബാർ വീട്ടിലുണ്ടാക്കാം. അതിനുവേണ്ടി വെനില ഐസ്ക്രീം എടുത്തിട്ട് പോപ്സിക്കിൾ കോൺ മേക്കറിൻ്റെ ഉള്ളിൽ വെനില ഐസ്ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഈ വുഡൻ പോപ്സിക്കിൾ സ്റ്റിക്സ് അതിൻ്റെ സെൻറ്ററിൽ കുത്തി വെച്ചാൽ മതി. അപ്പോൾ ഈ വെനില ഐസ്ക്രീം പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ സോസ് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം ചോക്കോബാറിന്. അപ്പോൾ ചോക്ലേറ്റ് കോട്ടിംഗ് ആവും. വീട്ടിലുണ്ടാക്കുന്ന ചോക്കോബാർ റെഡി. സിമ്പിളായിട്ടാണെങ്കിൽ നമുക്ക് മറ്റേ കപ്പിൽ ഒഴിച്ചാൽ കൊടുക്കുമ്പോൾ ടേസ്റ്റൊക്കെ സെയിം തന്നെ. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്ക്. നല്ല ഒരു വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു കിച്ചൺ മാജിക്കാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു അളവ് 2 ഐസ്ക്രീമിന് 3 ഐസ്ക്രീമിനൊക്കെ ഉള്ളതുള്ളൂ. ആവശ്യത്തിനനുസരിച്ച് റെസിപ്പി കൂട്ടി എടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫോട്ടോ അയക്കണം നിങ്ങൾ എനിക്ക്. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.